വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ് പോർട്രേറ്റ് ബൈ ഐസോക്ലൈൻ മെത്തേഡ്. നമ്മളൊരു പ്രോബ്ലമാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. എ ലീനിയർ സെക്കൻഡ് ഓർഡർ സെർവോ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഇക്വേഷൻ ഇ ഡബിൾ ഡോട്ട് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ ഇ ഡോട്ട് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ഇ ഈസ് ഈക്വൽ ടു 0 where theta is equal to 0.15, omega n is equal to 1 rad per second. E of 0 is equal to 1.5 and E dot 0 is equal to 0. Determine the singular point and construct the phase trajectory using the method of isocline. നമുക്ക് തന്നിട്ടുള്ളത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇ ഡബിൾ ഡോട്ട് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ ഇ ഡോട്ട് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ഇ. അപ്പോൾ ഇതൊരു സെർവോൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് തന്നെ അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വരെ നമ്മളവിടെ വേരിയബിൾ അസൈൻ ചെയ്യണം. അപ്പോൾ അതായത് നമ്മളിവിടെ ഇ എന്ന് പറയുന്നത് അവിടെ x1 ആയിട്ട് എടുക്കാം. അപ്പോൾ x2 എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ടും കൊടുക്കാം. അപ്പോൾ x2 എന്ന് പറയുന്നത് ഈ ഡോട്ട് ആകുമ്പോൾ x ഡോട്ട് നമുക്ക് എന്ത് വിളിക്കാം, രണ്ട് സൈഡും ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, x ഡോട്ട് ഈസ് ഈക്വൽ ടു ഇ ഡബിൾ ഡോട്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ച് വയ്ക്കുന്നത്. x ഡോട്ട് ഈസ് ഈക്വൽ ടു ഇ ഡബിൾ ഡോട്ട് കിട്ടും. ഇനി ഇത് ഇവിടെ രണ്ട് സൈഡിൽ നിന്നുള്ള ഡെറിവേറ്റീവ് എടുത്തു വിചാരിക്കാം. x1 ഡോട്ട് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഇ ഡോട്ട് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇത് ഇ ഡോട്ട് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ അസൈൻ ചെയ്തു x2 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം x1 ഡോട്ട് ഈസ് ഈക്വൽ ടു x2. നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ കിട്ടി. ആൻഡ് x2 ഡോട്ട് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇ ഡബിൾ ഡോട്ടിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ x2 ഡോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, x2 ഡോട്ട് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ ഇ ഡോട്ടിന് പകരം നമുക്ക് അവിടെ എന്ത് എഴുതാം, x2 എന്ന് എഴുതാം. അവിടെ 2 സീറ്റ ഒമേഗ എൻ x2 പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ഇക്ക് പകരം നമ്മളിവിടെ x1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. സോ ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ഈ രണ്ട് ടേംസ് നമ്മൾ RHSക്ക് കൊണ്ടുപോയി നമുക്ക് അവിടെ സ്റ്റേറ്റ് ഇക്വേഷൻ കിട്ടും. സ്റ്റേറ്റ് ഇക്വേഷൻ കിട്ടിയത് എന്തൊക്കെയായിരുന്നു, x1 ഡോട്ട് ഈസ് ഈക്വൽ ടു x2, അത് ഫസ്റ്റ് ഇക്വേഷൻ. ആൻഡ് രണ്ടാമത്തത് x2 ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ എൻ സ്ക്വയർ x1 മൈനസ് 2 സീറ്റ ഒമേഗ എൻ x2. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ലെറ്റ് x1 നോട്ട് x2 നോട്ട് ബി ദ സിംഗുലാർ പോയിന്റ്സ്. അപ്പോൾ സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അവിടെ ഡെറിവേറ്റീവ് ഈക്വൽ ആവുന്ന പോയിന്റ്സ് ആയിരുന്നു. നമ്മൾ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേറ്റ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ x1 ഡോട്ട് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന x2നെ നമുക്ക് അവിടെ എന്ത് വിളിക്കാം, x2 നോട്ട് എന്നവിടെ വിളിക്കാം. അതായത് x1 ഡോട്ട് 0 മീൻസ് നമുക്കിവിടെ x2 ഇവിടെ 0 ആണ് വരാം അല്ലേ. അപ്പോൾ ആ സമയത്ത് x2 നോട്ട് എന്നാണ് നമ്മൾ വിളിക്കുന്നത് തന്നെ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്താം, x2 നോട്ട് ഈക്വൽസ് 0 എന്ന് നമുക്ക് അവിടെ കിട്ടി. അതായത് ഒരു കോർഡിനേറ്റ് നമുക്ക് അവിടെ കിട്ടി, x2ൻ്റെ കോർഡിനേറ്റ് അവിടെ കിട്ടി. ഇനി അടുത്തത് വെൻ x2 ഡോട്ട് ഈസ് ഈക്വൽ ടു 0, അതായത് ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ് ഇക്വേഷൻ എടുക്കുക. ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്ത് ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, x1ഉം x2ഉം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന രണ്ട് വേരിയബിളിനെയും നമുക്ക് അവിടെ എന്ത് വിളിക്കാം, x1 ബിക്കംസ് x1 നോട്ട് ആൻഡ് x2 ബിക്കംസ് x2 നോട്ട് എന്ന് നമുക്ക് അവിടെ വിളിക്കാം. ഇനി x2 ഡോട്ട് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടുത്തെ x1ന് പകരം x1 നോട്ട് എന്ന് കൊടുക്കാം, ഇവിടുത്തെ x2ന് പകരം x2 നോട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരും, മൈനസ് ഒമേഗ എൻ സ്ക്വയർ x1 നോട്ട് മൈനസ് 2 സീറ്റ ഒമേഗ എൻ x2 നോട്ട് ഈക്വൽസ് 0 എന്ന് വരും. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ അവിടെ ഓൾറെഡി x2 നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ടൈം 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മൈനസ് ഒമേഗ എൻ x1 നോട്ടിന് നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് വരും, ഈ ഒമേഗ എന്ന് പറയുന്നത് 0 അല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം x1 നോട്ട് ആണ് 0 എന്ന് പറയുന്നത്. നമുക്കിവിടെ x1 നോട്ടും അതുപോലെ x2 നോട്ടും നമുക്ക് കിട്ടി, രണ്ടും 0 0 ആണ്. അതായത് സിംഗുലാർ പോയിന്റ്സ് എവിടെയായിരിക്കും വരാം, x1 നോട്ട് x2 നോട്ട് എന്ന് പറയുന്നത് 0 0, അതായത് ഒറിജിനിലായിരിക്കും ഇതിൻ്റെ സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അനലിറ്റിക് മെത്തേഡിൽ ചെയ്ത പോലെ അടുത്തത് സ്ലോപ്പ് ഓഫ് ഫേസ് ട്രജക്ടറി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ s ഈസ് ഈക്വൽ ടു dx2/dt ബൈ dx1/dt എന്ന് പറയുന്നത് dx2/dt പറയുമ്പോൾ x2 ഡോട്ട് dx1/dt എന്ന് പറയുന്നത് x2 ഡോട്ട്. അപ്പോൾ നമ്മളവിടെ എഴുതി, നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതിയിരുന്നു. x1 ഡോട്ട് എന്ന് പറയുന്നത് x2 ആൻഡ് x2 ഡോട്ട് എന്ന് പറയുന്നത് മൈനസ് ഒമേഗ എൻ സ്ക്വയർ x1 മൈനസ് 2 സീറ്റ ഒമേഗ എൻ x2 ആണ്. അപ്പോൾ അത് രണ്ടും നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ, അതായത് x2 ഡോട്ടിന് പകരം നമ്മൾ ഈ ടേം അവിടെ എഴുതി ആൻഡ് x1 ഡോട്ടിന് പകരം നമ്മളവിടെ x2 എന്ന് നമുക്കവിടെ എഴുതി. ഇനി നമുക്കവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ്, സീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.15 ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, അവിടെ മൈനസ് ഇവിടെ ഒമേഗ എൻ സ്ക്വയർ 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ആണ്, അതുകൊണ്ട് മൈനസ് x1 മൈനസ് 2 സീറ്റ ഒമേഗ എന്ന് പറയുന്നത് 2 × 0.5 × 1 എന്ന് പറയുമ്പോൾ 0.3 ആണ്. അപ്പോൾ അത്
ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും 0.3x2/x2 നമുക്ക് അവിടെ വരും. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം എന്ത് വരും s is equal to -x1/x2 എന്ന് വരും. മൈനസ് 0.3 ഇൻറ്റു ഇവിടെ x2 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എന്ത് വരും -0.3 എന്ന് വരും. അതായത് നമുക്ക് സ്ലോപ്പ് s is equal to -x1/x2 -0.3 എന്ന് നമുക്ക് അവിടെ വരും. അപ്പോൾ നമുക്ക് കിട്ടിയ സ്ലോപ്പ് എങ്ങനെയായിരുന്നു -x1/x2 -0.3 എന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ x1/x2 ചെയ്താൽ അപ്പോൾ ഈ ടേംസ് നമ്മൾ അങ്ങോട്ട് എന്താണ് LHSലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എങ്ങനെ വരും നമുക്ക് x1/x2 ഈക്വൽസ് -0.3 -s നമുക്ക് അവിടെ വരും. അതായത് x1/x2 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി അതിൻ്റെ എസ്സിനെ RHSലേക്ക് കൊണ്ടുവന്നു. നമുക്ക് കിട്ടിയ ഇക്വേഷൻ എങ്ങനെയാണ്? അപ്പോൾ അതിൽ നിന്നിട്ട് നമ്മൾ x2 is equal to എഴുതുമ്പോൾ എന്ത് ചെയ്താൽ x2 is equal to x1/-0.3 -s നമുക്ക് അവിടെ വരും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്കിവിടെ 3 വേരിയബിൾ ഉണ്ട് അല്ലേ. അപ്പോൾ 3 വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മളത് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 2 വേരിയബിളിനെ വാല്യൂ അസൈൻ ചെയ്യുക, എന്നിട്ട് തേർഡ് വേരിയബിൾ നമ്മളവിടെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ലോപ്പ് ഉണ്ടല്ലോ, സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വാല്യൂസ് എടുക്കാം. അത് എത്രയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ -2 -1 -0.5 0 0.5 1 2 ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്ന കുറച്ച് സ്ലോപ്പുകളാണ്. ഇനി അടുത്തത് നമ്മളിങ്ങനെ ഒരു ടേബിൾ വരയ്ക്കണം. അപ്പോൾ ആ ടേബിളിൽ നമ്മൾ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എസ്സിൻ്റെ ആണ്. അപ്പോൾ എസ് നമ്മൾ കുറച്ച് വാല്യൂസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, -2 -1 -0.5 0 0.5 1 2 ഇതെല്ലാ പ്രോബ്ലത്തിലും നിങ്ങൾക്ക് ഈ ഒരു സ്ലോപ്പ് അവിടെ യൂസ് ചെയ്താൽ മതി. ആൻഡ് s is equal to tan alpha എന്ന് പറയുമ്പോൾ നമ്മൾ സ്ലോപ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്ലോപ്പ് എന്ന് tan θ നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ആൽഫ എന്ന് പറയുന്ന ആംഗിളാണ് മാത്രം. അപ്പോൾ അവിടെ എന്താണ് സ്ലോപ്പ് s is equal to tan alpha എന്ന് പറയുമ്പോൾ ആൽഫ is equal to tan inverse s എന്ന് എഴുതാം. സോ നമ്മൾ ഫസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും tan inverse -2 വരും. അപ്പോൾ അവിടെ -63 ഡിഗ്രി എന്നാണ് നമുക്ക് അവിടെ വരുന്നത്. സോ ആ ആൽഫയുടെ വാല്യൂ നമ്മളവിടെ -63 ഡിഗ്രി നമ്മളവിടെ എഴുതി. ഇനി നമുക്ക് x1ൻ്റെ വാല്യൂ നമുക്ക് x1 x2ൻ്റെ നമ്മൾ വാല്യൂ നമുക്ക് ഒരെണ്ണം എടുക്കാം. അതായത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുമല്ലോ, ഒരെണ്ണം വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തിട്ട് രണ്ടാമത്തെ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. അതേപോലെ തന്നെ ലെറ്റ് x1 is equal to നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് വാല്യൂ നമ്മൾ എടുക്കുന്നത് 1 ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ എസ്സിനെ s is equal to -2നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ എസ്സിൻ്റെ വാല്യൂ അപ്പോൾ -2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ x2ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു x1/-0.3 -s ആയിരുന്നു. അപ്പോൾ ഇതിൽ എസ്സിനെ പകരം ഈ -2 ഇട്ട് കൊടുക്കുക, x1ന് പകരം 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/-0.3 + 2 എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0.588 നമുക്ക് അവിടെ വരും. അതായത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.6 വരും. സോ അവിടെ 1നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള x2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും 0.6 വരും. ഇനി അടുത്തത് നമ്മൾ സെയിം വാല്യൂ ഓഫ് s അതായത് -2 നമുക്ക് അവിടെ അടുത്ത ഒരു x1ൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാം. അതായത് 2 ആണ് നമ്മളിവിടെ ഇപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത്. എസ്സിൻ്റെ വാല്യൂ നമുക്ക് -2 ആൻഡ് x1ൻ്റെ വാല്യൂ 2 കൊടുക്കാം. അത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x2 is equal to ഇവിടെ x1ന് പകരം -2 ഇട്ട് കൊടുക്കുക, xനെ പകരം 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 1.2 ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. ഇതിൽ എല്ലാ വാല്യൂസ് ഓഫ് എസ്സിനും നമ്മൾ എന്താണ് ഇതേപോലെ വാല്യൂ കണ്ടുപിടിക്കണം നമ്മൾ x2ൻ്റെ. അപ്പോൾ നമ്മൾ s is equal to -1 എടുക്കുമ്പോൾ ആൻഡ് x1 1 എടുക്കുമ്പോൾ 1.4 വരും. അതുപോലെ സെയിം -1ൽ നമുക്ക് 1.5 ഇട്ട് കൊടുക്കുമ്പോൾ 2.1 വരും. ഇനി അടുത്ത് ഇതേപോലെ തന്നെ s -0.5 x1 0.25 ഇട്ട് കൊടുക്കുമ്പോൾ 1.25 വരും. ആൻഡ് 0.5 ഇട്ട് കൊടുക്കുമ്പോൾ 2.5 വരും. ആൻഡ് എസ്സിനെ 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് x1ൻ്റെ വാല്യൂ നമ്മൾ 0.25 ആൻഡ് x2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ -0.8 കിട്ടും. അതുപോലെ x1 0.75 ഇട്ട് കൊടുക്കുമ്പോൾ -2.5. ഇനി അടുത്ത വാല്യൂ ഓഫ് s എന്ന് പറയുന്നത് 0.5. അതിൽ അസ്യൂം ചെയ്യുന്ന x1ൻ്റെ വാല്യൂ 1, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് x2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടാം -1.25 എന്ന് വരും. ആൻഡ് 2 ഇട്ട് കൊടുക്കുമ്പോൾ -2.5. ഇനി അടുത്തത് സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി x1ൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുമ്പോൾ -0.77 ആൻഡ് 2 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് -1.54. ആൻഡ് അവിടെ അടുത്ത സ്ലോപ്പ് എന്ന് പറയുന്നത് 2 ആയിരുന്നു. അങ്ങനെ x1ൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുമ്പോൾ -0.43 വരും. ആൻഡ് 2 ഇട്ട് കൊടുക്കുമ്പോൾ -0.86 നമുക്ക് വരും. ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ മതി നമുക്കത് സോൾവ് ചെയ്യാനായിട്ട്. ഈ x2ൻ്റെ ഈ ഒരു ഇക്വേഷനിലേക്ക് എസ്സിനും x1നും നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഇതേപോലെ ഒരു ടേബിൾ കിട്ടും. ഇനി നമ്മൾ ഐസോക്ലൈൻസ് വരയ്ക്കണം.
അപ്പോൾ ഐസോപ്ലെയിൻ വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യത്തെ സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് എസ് ഈസ് ഈക്വൽ ടു -2 അതുപോലെ x1 വാല്യൂ 1 ആൻഡ് x2 വാല്യൂ 0.6 ആൻഡ് 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 1.2 ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ആക്സിസ് നമ്മൾ വരയ്ക്കുക. അതായത് ഈ ആക്സിസ് എന്ന് പറയുന്നത് എന്താ x1 ആക്സിസും ആൻഡ് ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് x2 ആക്സിസും നമ്മൾ ആദ്യം വരച്ചു. ഇനി അതിന് ശേഷം നമ്മൾ 1നെ കറസ്പോണ്ടിങ് ആയിട്ട് 0.6 ആണല്ലോ. അപ്പോൾ നമ്മൾ ഈക്വൽ സ്കെയിലിൽ അവിടെ മാർക്ക് ചെയ്യാം. 1 2 അതുപോലെ മുകളിലേക്ക് 1 2 നമ്മളിവിടെ മാർക്ക് ചെയ്തു ആക്സിസിൽ. ഇനി 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ x1 ആക്സിസിൽ 1 എടുക്കാം ആൻഡ് x2 ആക്സിസിൽ 0.6 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റ് മാർക്ക് ചെയ്തു. ഇതാണ് 1.6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ്. ആൻഡ് രണ്ടാമത്തേത് 2 ആൻഡ് 1.2 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 2 എടുത്തു ആൻഡ് 1.2 നമ്മൾ മുകളിലേക്ക് എടുക്കും. അപ്പോൾ ഈ ഒരു പോയിന്റാണ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് 2, 1.2 എന്ന് പറയുന്നത്. ഇനി അത് നമ്മൾ എന്താണ് ഒറിജിനിൽ നിന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനാണ് നമ്മളിവിടെ ഇങ്ങനെ എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത് x1 x2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈൻ നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് അവിടെ എന്ത് കിട്ടും? എസ് ഈസ് ഈക്വൽ ടു -2ൻ്റെ ലൈൻ നമുക്കവിടെ കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ E.0 എന്ന് പറയുന്നത് അവിടെ 1.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ E എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾ x1 ആണ്. സോ E(0) എന്ന് പറയുന്നത് നമുക്ക് x1(0) എന്ന് കൊടുക്കാം. എന്ന് പറയുന്നത് അവിടെ 1.5 എന്ന് വരും. ഇനി അടുത്തത് E.0 എന്ന് പറയുന്നത് നമുക്ക് അവിടെ 0 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ E. എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് x2 ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ E.0 എന്ന് പറയുന്നത് എന്താവും x2(0) ആയിരിക്കും. അപ്പോൾ x2(0) എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. എന്ന് പറയുമ്പോൾ 1.5, 0 അതാണ് നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. 1.5 ഇവിടെ എടുത്തു, നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനീഷ്യൽ പോയിന്റ് 1.5, 0. നമ്മൾ ഫസ്റ്റ് ലൈൻ നമ്മളോട് വരച്ചു s ഈസ് ഈക്വൽ ടു -2. ഇനി അടുത്തത് s ഈസ് ഈക്വൽ ടു -1 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള x1ൻ്റെയും x2ൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 1, 1.4 അതുപോലെ 1.5, 2.1 ആയിരുന്നു. ആ ടേബിളിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാല്യൂ നമ്മൾ വെച്ചിട്ട് ഇനി എങ്ങനെ അടുത്തത് വരയ്ക്കാം? അതായത് 1 എടുക്കുക, ഇവിടെ x1നെ കറസ്പോണ്ടിങ് ആയിട്ട് 1.4 മുകളിലേക്ക് എടുക്കാം. നമ്മൾ ഇതാണ് 1.5, 1.4 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഇവിടെ വരും. ഇനി 1.5, 2.1 എന്ന് പറയുമ്പോൾ ഇവിടെ 1.5 എടുത്തിട്ട് ഇവിടെ 2.1 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റാണ് 1.5, 2.1 എന്ന് പറയുന്നത്. ഇനി നമ്മൾ അത് തമ്മിലൊരു സ്ട്രെയിറ്റ് ലൈൻ അവിടെ വരയ്ക്കാം. നമുക്ക് s ഈസ് ഈക്വൽ ടു -1ൻ്റെ ആ ഒരു ലൈൻ കിട്ടും. ഇനി അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള എല്ലാ എസ്സിൻ്റെയും നമ്മൾ ഇനി അവിടെ വരയ്ക്കണം. ഇനി നമ്മൾ s ഈസ് ഈക്വൽ ടു 0.5, 1, 2 എന്നുള്ള അതിൻ്റെ എല്ലാത്തിൻ്റെയും കോർഡിനേറ്റ്സ് നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ s ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവിടെ ലൈൻ വരാം. അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് ഈ രണ്ടെണ്ണം നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ടേബിളിൽ നമുക്കവിടെ കിട്ടും. ഇനി s ഈസ് ഈക്വൽ ടു 0.5നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് വെച്ച് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഇതാണ് ലൈൻ വരുന്നത്. അപ്പോൾ s ഈസ് ഈക്വൽ ടു 1ൻ്റെയും 2ൻ്റെയും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി s ഈസ് ഈക്വൽ ടു 0.5 നമ്മൾ കണ്ടുപിടിച്ചു. അത് ബാക്കിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. നമുക്ക് ഈ ഒരു തേർഡ് ക്വാഡ്രൻറ്റിൽ നമുക്ക് ആ ഒരു ലൈൻ കിട്ടും. അതുപോലെ s ഈസ് ഈക്വൽ ടു -1. ഇനി ബാക്കിയുള്ള എല്ലാ പോയിന്റും നമ്മൾ അതുപോലെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരയ്ക്കണം. നമ്മൾ എല്ലാ എസ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു, ഐസോപ്ലൈൻസ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. എല്ലാ s ഈസ് ഈക്വൽ ടു എന്താണ് 0.5, 1, 2 അതുപോലെ -2, -1.5 ഇതെല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരും. ഇനി അടുത്തത് നമ്മൾ ട്രജക്ടറി വരയ്ക്കണം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് 1.50 ആയിരുന്നു. അതായത് x1 ആക്സിസിലെ 1.5 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ട്രജക്ടറി തുടങ്ങേണ്ടത്. അപ്പോൾ അത് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഈ ഒരു കർവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോയിന്റിലുണ്ടല്ലോ അതിൻ്റെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ആംഗിൾ എത്ര വരാം? 90 ഡിഗ്രി ആയിരിക്കും വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്നിട്ട് നമ്മളവിടെ 90 ഡിഗ്രി വരച്ചു. ഇപ്പോൾ ഈ ഗ്രീൻ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 90 ഡിഗ്രി. ഈ 90 ഡിഗ്രി താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ മുട്ടുന്ന s ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ആ ലൈനിൽ മുട്ടും. അത് B എന്ന് പറഞ്ഞ പോയിന്റ് നമ്മളോട് മാർക്ക് ചെയ്തു. ഇനി ടാൻ ഇൻവേഴ്സ് 2 എന്ന് പറയുന്നത് 63 ഡിഗ്രി ആണല്ലോ. അപ്പോൾ 63 ഡിഗ്രിയുടെ ഒരു ലൈൻ നമ്മൾ ഇത് ഇവിടെ നിന്ന് വരയ്ക്കും. അപ്പോൾ ആ വരയ്ക്കുന്ന ലൈൻ താഴെ s ഈസ് ഈക്വൽ ടു 2 മുട്ടുന്ന പോയിന്റ് നമ്മളവിടെ A എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ പോയിന്റ് ഉണ്ടല്ലോ
നമ്മൾ ട്രജക്ടറി പാസ് ചെയ്ത് പോണ പോയിന്റ് അത് ഇതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും, എയുടെയും ബിയുടെയും നടുവിലായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആ ട്രജക്ടറി നമ്മളൊന്ന് വരയ്ക്കാം. ഈ അടുത്തത് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നിട്ട് നമ്മളൊരു ലൈൻ ഈ x1 ആക്സിസിനെ പാരലായിട്ട് നമ്മൾ വരച്ചു. അപ്പോൾ അതാണ് ഈ ലൈൻ എന്ന് പറയുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 45 ഡിഗ്രിയുടെ ലൈൻ ഉണ്ടല്ലോ വരയ്ക്കുക. ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ 45 ഡിഗ്രിയുടെ നമ്മളൊരു ലൈൻ ഇവിടെ ഇങ്ങനെ വരച്ചു. എന്നിട്ട് ആ ലൈൻ നമ്മൾ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ സി എന്ന് പറഞ്ഞ പോയിന്റിലൂടെ എന്താണ് മുട്ടി. ആൻഡ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ടാൻ ഇൻവേഴ്സ് 2 എന്ന് പറയുന്നത് 63 ഡിഗ്രിയാണ്. 63 ഡിഗ്രിയുടെ ഇപ്പോൾ ഒരു ലൈൻ വരച്ചു. 63 ഡിഗ്രി ലൈനോടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ആ ലൈൻ താഴേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാം. ആ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ മുട്ടും. അപ്പോൾ അത് രണ്ടിൻ്റെയും മിഡ് പോയിന്റിലായിരിക്കും നമ്മൾ നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ അത് നമ്മൾ ആ റെഡ് ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ S=1നെയും അതുപോലെ 0.5നെയും ഇടയിലുള്ള ആ ഒരു ലൈൻ വരയ്ക്കും. S=1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ആൽഫ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു 45 ഡിഗ്രിയുടെ ആംഗിൾ നമ്മൾ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ മീറ്റ് ചെയ്ത പോയിന്റിൽ ഒരു x1 ആക്സിസിനെ പാരലായിട്ട് നമ്മളൊരു ഇമാജിനറി ലൈൻ ആദ്യം വരച്ചു. അപ്പോൾ അത് നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, 45 ഡിഗ്രിയുടെ ലൈൻ നമ്മൾ വരച്ചു. അത് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴെയുള്ള ഈ ഒരു പോയിന്റിൽ വന്നിട്ട് മീറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ നമുക്ക് ടാൻ ഇൻവേഴ്സ് S=0.5 എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് എന്താ എത്രയായിരുന്നു, അത് 27 ഡിഗ്രിയാണ്. അപ്പോൾ 27 ഡിഗ്രി നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് അത് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ വന്നിട്ട് അവിടെ മീറ്റ് ചെയ്യും. ഇത് രണ്ടിൻ്റെയും മിഡ് പോയിന്റാണ് നമ്മൾ എടുക്കുക. നമുക്കത് ജോയിൻ ചെയ്യാം. നമുക്കിങ്ങനെ ഈ ഒരു കർവ് കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാ ആംഗിളും S=0.50 അതുപോലെ 0.50 ആൻഡ് -0.5 അങ്ങനെ എല്ലാ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ പോയിന്റിലും നമുക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ പോയിന്റുകളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ട്രജക്ടറി നമുക്കിവിടെ കിട്ടും. നമ്മൾ ഈ ആംഗിൾ എടുത്തിട്ട് നമ്മൾ ഈ S= ലൈനിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഈ ട്രജക്ടറി എസിൻ്റെ ലൈനിൽ കൂടെ ആ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു പോയിന്റ്, അതിന് നമ്മൾ പറയുന്നത് ക്രോസിങ് പോയിന്റ് ആണ് നമ്മളവിടെ പറയുന്നത്. നമ്മുടെ സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒറിജിനായിരുന്നു, അത് 0 ആയിരുന്നു. ഈ ട്രജക്ടറി ഇവിടുന്ന് ഈ 1.5ൽ നിന്നിട്ട് ഒറിജിനേറ്റ് ചെയ്തിട്ട് അത് പതുക്കെ എങ്ങനെ വന്നിട്ട് എന്താണ് അത് ഒറിജിനിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ പാത്ത് കിട്ടാനായാണ് നമ്മളവിടെ പറയുന്നത് എന്താണ്, ഫേസ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളവിടെ എന്താണ് ഈ ഐസോപ്ലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫേസ് പോർട്രേറ്റ് വരയ്ക്കുന്നത്.